ഹലോ ഗൈസ്, ടിടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുട്ടികൾക്കിടയിൽ ഏറെ പ്രിയങ്കരമായ ഒരു സാധനം തന്നെ ന്യൂട്ടല്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് കടല ഒരു 30 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഒരു ബട്ടർ മിൽക്ക് മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് വാങ്ങണം കേട്ടോ, സാൾട്ടഡ് ബട്ടർ വാങ്ങരുത്. പിന്നെ അതുപോലെ ഒരു ചോക്ലേറ്റ് ബാർ, പിന്നെ അതുപോലെ വാനില എസൻസ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഈ കടല എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിൻ്റെ കടലേൻ്റെ മൊത്തം തോല് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തോല് കളയണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിട്ട് ഒന്ന് വരച്ചാൽ ഈ തോല് മൊത്തം മാറും. എന്നിട്ട് ആ കടല എടുത്തിട്ട് എന്താ ചെയ്യുക, വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കടല നല്ല പൊതിർന്ന ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഈ സാധാരണ ന്യൂട്രലൊക്കെ ഉപയോഗിക്കുന്ന കടല ഹാസൽനട്ട് എന്നുള്ളൊരു കടലയാണ്. നമ്മളിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിരക്കടല പീനട്ട് എടുത്തിട്ടുള്ളത്. ഹാസൽനട്ട് എടുക്കുമ്പോഴാണ് ആ ന്യൂട്രലിൻ്റെ ടേസ്റ്റ് വരാം. ഇനി ഈ കടല നമുക്ക് എന്താ ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കടലിൻ്റെ കൂടെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്താ കുറച്ച് ബദാമും കൂടി ഇടാം. നേരത്തെ ബദാം ചൂടാക്കിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബദാമും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. വേണമെങ്കിൽ നിങ്ങൾ കയ്യിൽ ഒരുപാട് ബദാം ഉണ്ടെങ്കിൽ ബദാമിനെ കൊണ്ട് മാത്രം ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ വെണ്ണ മൊത്തം ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു ഫുൾ വെണ്ണ മൊത്തം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അത്രയും എണ്ണ നമുക്ക് വേണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വെണ്ണ ചൂടാക്കി എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് തണ്ണതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വെണ്ണ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ജ്യൂസിലിട്ട് അടിച്ചെടുക്കാനുണ്ട്. അത് കുറച്ച് അങ്ങോട്ട് എത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മൊത്തമായി മെൽറ്റായിട്ട് വന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യുക, നല്ല തണുന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതുവരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് വെണ്ണ ചൂടാക്കലാണ്. അപ്പോൾ നമ്മളെ വെണ്ണ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, മെൽറ്റായി വന്നിട്ടുണ്ട്. അതെന്താ തണിയാൻ വെച്ചതിന് ശേഷം നമുക്ക് എന്താ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ കടല ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് എന്താ ചെയ്യുക, നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. ഈ കടല അടിച്ചടിച്ചടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാകാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം അടിക്കുക, എന്നിട്ട് എന്താ ചെയ്യുക മാറ്റുക. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുക, ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂട്ടി ഒഴിച്ചിട്ട് അടിച്ചടിച്ചിട്ട് നല്ല പേസ്റ്റ്, നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വട്ടം അടിച്ചു, കണ്ടില്ലേ, തെരിയായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ചും കൂടി വെണ്ണ കൂട്ടി ഒഴിക്കുക. എന്നിട്ട് എന്താ ഒന്നുകൂടി അടിക്കുക. എന്നിട്ട് അത് കുഴമ്പ് രൂപത്തിലാവുന്നവരെ ഇതുപോലെ മാറ്റുക. എന്നിട്ട് കുറച്ച് വെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഒന്നുകൂടി അടിക്കുക. എന്നിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ എന്താ ചെയ്യുക, ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായി മാറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നത്, എണ്ണ ഒഴിച്ച് മാറ്റിയായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായി നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആ ചോക്ലേറ്റ് ബാർ എന്താ ചെയ്യുക, മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനെ നേരത്തെ ഉപയോഗിച്ച പാൻ തന്നെ ഉപയോഗിക്കുക. കണ്ടില്ല, അതിൽ ബട്ടറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിലെന്താ ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു, എന്താ പറഞ്ഞാൽ പഞ്ചസാര നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് എന്താ ചെയ്യുക, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി മെൽറ്റ് ചെയ്യുക. ഞാൻ 5 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അവരവരെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്താ ചെയ്യുക, പഞ്ചസാര കൂട്ടുക. പിന്നെ ചോക്ലേറ്റ് എന്താ ചെയ്യുക, അതിലേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യുക, മെൽറ്റ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പേസ്റ്റാക്കി വെച്ച ആ സാധനം ഉണ്ടല്ലോ, നമ്മളെ പീനട്ടിൻ്റെ, അതെന്താ ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ പീനട്ടിൻ്റെ ആ പേസ്റ്റ് ഈ ചോക്ലേറ്റ് മെൽറ്റാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ല മെൽറ്റായിട്ട് വരണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാനില എസൻസ്, ആ ഒരു മണത്തിനും ഒരു ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് എന്താ ചെയ്യുക, വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയൊരു കുറുകുന്ന ഒരു രീതി ആകുന്നവരെ എന്താ ചെയ്യുക, ഈ സാധനം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധനം ആവശ്യത്തിനുള്ള ടൈറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്ര ഒരു ടൈറ്റിൽ തന്നെ അത് മാറ്റിയെടുക്കുക. ഈ ഒരു ടൈറ്റിന് കൂടുതലാക്കിയാൽ ചിലപ്പോൾ അത് ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ ഒരു 10 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താ ചെയ്യുക, നമുക്കിത് ഉപയോഗിക്കാനുള്ള പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഗായ്സ്, കടല നമ്മൾ ഉണ്ടാക്കി ന്യൂട്ടല്ല ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അതായത് ആദ്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ ഹോസ്റ്റലിലെ കറി പോലെ ആയിരുന്നു. ഒന്നുകൊണ്ട് കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു റെഡി ആയിട്ട് വരുന്നവരെ ബൈ.